സംസ്ഥാനത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് വേണം എയിംസ് നടപ്പാക്കാനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രാദേശികവാദത്തിനൊപ്പം സംസ്ഥാനം എന്ന വിശാല കാഴ്ചപ്പാടാണ് വേണ്ടത്. MP ആകുന്നതിന് മുന്നേ താൻ എയിംസിനായി പരിശ്രമം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് സഹായം നൽകുന്നതിനും വേണ്ട പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശികവാദങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിലാണ് എയിംസ് നടപ്പിലാക്കേണ്ടത്. MK രാഘവനടക്കം ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ സ്ഥലത്ത് എയിംസ് വേണമെന്നാവശ്യപ്പെടാം. താനും കേന്ദ്ര സർക്കാരും ആവശ്യപ്പെട്ട സ്ഥലത്തിന്റെ ലിസ്റ്റ് കേരളം നൽകിയില്ല എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഏത് ജില്ല എന്നത് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ എയിംസിനായി ആവശ്യപ്പെട്ട സ്ഥലവും കേരളത്തിന്റെ ഭാഗമാണ്. അവരും നമ്മുടെ സഹോദരങ്ങളാണെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞ ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ അംശങ്ങളെയും ശുദ്ധമായി നിലനിർത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ മോഡ്യൂളായിട്ട് എയിംസ് വരുമെങ്കിൽ അത് എവിടെ വരണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ചർച്ച രാജ്യസഭ MP ആവുന്നതിന് മുമ്പ് 2015 നഡ്ഡാജിയുമായി ചർച്ച ചെയ്തതും 2016 ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെടുകയും അത് കേരളത്തിൻ്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയെ അന്ന് മുതൽ 3 പ്രാവശ്യം കണ്ടപ്പോഴും ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ലിസ്റ്റിനകത്ത് ആ ജില്ലയുടെ പേരേ വന്നില്ല. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാളെ രാവിലെ 8:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് സഹായം നൽകുന്നതിനും വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മൃതദേഹം ഏറ്റുവാങ്ങാൻ വിമാനത്താവളത്തിലെത്തുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സഭ മാറ്റിവെക്കണമോ വേണ്ടയോ എന്നത് സർക്കാരിന് തീരുമാനിക്കാം. അവരുടെ തീരുമാനത്തിൽ താൻ ഇടപെടാനില്ല. കുവൈറ്റ് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുള്ളതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം തൃശൂരിൽ എത്തിയതായിരുന്നു സുരേഷ് ഗോപി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ വരവേൽപ്പാണ് BJP ഒരുക്കിയത്. ജനം, തൃശൂർ.